അപ്പോഴേ ഈ വരുന്ന ട്രെയിൻ ഉണ്ടല്ലോ, എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു പ്ലേസിലേക്ക് പോകാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റും എടുത്ത് വാങ്ങി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ. ഒന്ന് സൂറത്തിലേക്ക് യാത്ര തിരിച്ചതാട്ടോ. എന്തിനാ അവിടെ പോകുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. വെറുതെ ഒന്ന് കാണാൻ എന്ന രീതിക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നോക്കാമെന്നും വിചാരിച്ചിട്ടുണ്ട്. എൻ്റെ കാര്യത്തിലാണെങ്കിൽ പിന്നെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ, എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഒരു രീതിക്ക് കേട്ടോ ഇറങ്ങിയിരിക്കും. ഇത്രയും ലോങ് ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ പോയിട്ടേ ഇല്ല. തമിഴ്നാട്ടിലൊക്കെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ഇത് ലൈഫിലെ മറ്റൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചതാട്ടോ. പിന്നെ ഇതാ ഇങ്ങനെ കാഴ്ചകൾ കൊണ്ട് പോകാനൊരു രസമുണ്ട് കേട്ടോ. ഈ കൂട്ടിലിട്ട് വളർത്തുന്ന കിളികളുണ്ടല്ലോ, അത് പറന്ന് നടക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും. പക്ഷെ അതിനൊരു സാഹചര്യം ഉണ്ടാകത്തില്ല. എപ്പോഴെങ്കിലും അങ്ങനത്തെ സാഹചര്യം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പറന്ന് നടന്ന് ആസ്വദിക്കാൻ പറ്റണം കേട്ടോ. അതുപോലെ ലൈഫിലെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആസ്വദിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് നമുക്ക് സ്വർഗ്ഗം കിട്ടിയ പോലെ തന്നെ കേട്ടോ. സ്വർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും മരിച്ച ശേഷം നമുക്ക് കിട്ടുക എന്ന് പറയും. അങ്ങനെയൊന്നല്ല കേട്ടോ. സ്വർഗ്ഗമെല്ലാം നമ്മുടെ കൈക്കുള്ളിൽ തന്നെ കേട്ടോ ഒതുങ്ങിയിരിക്കുന്നത്. അതെന്ത് വേണം എങ്ങനെ വേണം എന്നുള്ള നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്തിട്ട് മുന്നോട്ടങ്ങ് ഇതുപോലെ സന്തോഷത്തിലങ്ങ് ജീവിക്കുക. അതിൽ പരം ഒരു സന്തോഷം വേറെ എങ്ങും കിട്ടത്തില്ല കേട്ടോ. എന്നെപ്പോലെ തന്നെ ആണോ എല്ലാവരും ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു എൻ്റെ ഡിഫറെൻറ്റ് തന്നെ കേട്ടോ. അതിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനായിട്ടേ ഇരിക്കുള്ളൂ. ഇതുപോലെ ആസ്വദിച്ച് അങ്ങ് ജീവിച്ചിട്ടേ ഇരിക്കുക. പിന്നെ എൻ്റെ കൂടെ യാത്രയിൽ പുറപ്പെട്ട ഒരാളൂടെ ഉണ്ട് കേട്ടോ, എൻ്റെ ഫ്രണ്ട് ശാരിക.